മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കണമെന്ന് അന്തരിച്ച CPM നേതാവ് MM ലോറൻസ് പറയുന്ന ദൃശ്യങ്ങൾ കോടതിക്ക് കൈമാറിയതായി മക്കളായ ആശാ ലോറൻസും സുജാത ബോബനും. മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകാൻ ആദ്യഘട്ടത്തിൽ താൻ ഒപ്പിട്ട് നൽകിയ സഹോദരൻ ആവശ്യപ്പെട്ടതുകൊണ്ടെന്ന് മക്കൾ സുജാത പറഞ്ഞു. കള്ളസാക്ഷികളെ കൊണ്ടുവന്നുവെന്നാണ് കോടതി വിധി നേടിയതെന്ന് ആശാ ലോറൻസും ആരോപിച്ചു. തനിക്ക് സ്വർഗത്തിൽ പോകണമെന്നും യേശുവിനെ കാണണമെന്നും MM ലോറൻസ് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മകളായ സുജാത പറയുന്നത് പോലെ സംസ്കാരം നടത്തണമെന്നും അതിന് മാറ്റം വരുത്തരുതെന്നും ശബ്ദരേഖയിൽ പറയുന്നു. എനിക്ക് സ്വർഗത്തിൽ പോകണം, യേശുവിനെ കാണണം, സുജാതനെ അടക്കം ചെയ്യണം. അത് മാറ്റം വരുത്താൻ പാടില്ല. അതാണ് എനിക്ക് മുമ്പുള്ളത്. 2022 ഫെബ്രുവരി 25 വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ വീണ്ടെടുക്കാൻ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ പെൺമക്കൾ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകിയിട്ടുണ്ട്. ആ വീഡിയോയിൽ അപ്പച്ചൻ ക്ലിയർ ആയിട്ട് അപ്പച്ചന് അടക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇപ്പം രണ്ടാമത് ഇവിടെ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഹിയറിംഗ് ഉണ്ടാവും ഉടനെ തന്നെ. അപ്പം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കണം, സത്യം, അപ്പച്ചൻ്റെ ആഗ്രഹം നിറവേറണം. സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ച പലരും മുതലെടുത്തുവെന്നും പെൺമക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കള്ളസാക്ഷികളെ കൊണ്ടുവന്നാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള കോടതി വിധി നേടിയതെന്ന് ആശാ ലോറൻസ് ആരോപിച്ചു. രണ്ട് പാർട്ടിക്കാര് സാക്ഷികളായിട്ട് കൊണ്ടുവന്നത്, ഒന്ന് പാലാരിവട്ടത്തെ ഒരു PS രാജൻ, അയാൾ പാർട്ടി ബ്രാഞ്ചാണ് ഏരിയ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പാർട്ടി മെമ്പർ, അയാളെ കൊണ്ടുവന്നു. പിന്നെ കൊച്ചി ദേശാഭിമാനിയിലെ ജീവനക്കാരൻ AB ഹെബ്രാമിനെയും കൊണ്ടുവന്നു. ആ രണ്ട് പ്രൂഫ് സിംഗിൾ ബെഞ്ചിന്റെ മുമ്പാകെ ഈ രണ്ട് വിറ്റ്നസിനെ കൊണ്ടുവന്നു. ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ വീണ്ടും വേറെ രണ്ടുപേരെ കൊണ്ടുവന്നു. അതിലൊരാൾ ഹംസ, CATUവിന്റെ നേതാവാണ്, ഫോർട്ട് കൊച്ചിയിലെ താമസിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ 23 ടൗൺ ഹാളിലെ പ്രശ്നം കഴിഞ്ഞ ദിവസം പത്രക്കാരോട് സജീവൻ പറഞ്ഞത് സജീവിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. സജീവിനോട് പറയുമ്പോഴും സജീവിന് പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാറുന്നല്ലോ, അല്ലെങ്കിൽ അപ്പൻ്റെ ഒരു സിഗ്നേച്ചറൊക്കെ മേടിക്കാമായിരുന്നില്ലേ, ലോയറായിരുന്നില്ലേ. സംസ്കാരം എങ്ങനെ വേണമെന്ന് MM ലോറൻസ് പറയുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതിനാൽ കോടതിയിൽ നിന്നും അനുകൂല വിധി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പെൺമക്കൾ. MM ലോറൻസിന്റെ മൃതദേഹം നിലവിൽ മെഡിക്കൽ കോളേജിലാണ്. ജനം, കൊച്ചി.